ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം പ്രഥമ ശ്ലോകമാണ് പരിഗണിച്ചത്. ശ്ലോകം ഇതായിരുന്നു: ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. എല്ലാ വിഘ്നങ്ങളുടെയും നിവാരണത്തിനായിക്കൊണ്ട് ഭഗവാനെ തന്നെ നാം സമാശ്രയിക്കുകയാണ്. വെളുത്ത വസ്ത്രം ധരിച്ചവനും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും ചന്ദ്രനെ പോലെ കാന്തിയുള്ളവനും 4 കൈകൾ ധരിച്ചവനും വളരെയേറെ പ്രസന്ന മുഖഭാവത്തോടു കൂടിയവനുമായ ഭഗവാനെ എല്ലാ വിഘ്നങ്ങളും ഒഴിവാനായിക്കൊണ്ട് ഞാൻ സമാശ്രയിക്കുന്നു. ഇതായിരുന്നു ആ ശ്ലോകത്തിൻ്റെ സാരം. ഇതേ ശ്ലോകത്തിൻ്റെ തന്നെ പിന്തുടർച്ചയായിട്ട് വരുന്ന ശ്ലോകമാണ് അടുത്തത്. ശ്ലോകം ഇതാണ്: യസ്യ ദുരതവക്ത്രാദ്യാഃ പാരിഷാദ്യാഃ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തം ആശ്രയേ. ശ്ലോകം ഒരിക്കൽ കൂടി: യസ്യ ദുരതവക്ത്രാദ്യാഃ പാരിഷാദ്യാഃ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തം ആശ്രയേ. അതായത് ഭഗവാന്റെ സന്തത സഹചാരിയും സേനാനായകനുമായിട്ടുള്ള വിശ്വക്സേനൻ എന്ന് പറയുന്ന ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള മൂർത്തിയെയാണ് ഈ 2 ശ്ലോകങ്ങളിലും നാം സ്തുതിക്കുന്നത്. ഏതുപോലെയാണോ ശൈവ പദ്ധതികളിൽ വിഘ്നേശ്വരന് സ്ഥാനം, അതേപോലെ തന്നെ സർവ വിഘ്നങ്ങളും നിവാരണം ചെയ്യുന്ന ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള മൂർത്തിഭേദമാണ് വിശ്വക്സേനൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഗണപതിക്ക് അതായത് വിനായകന് ചുവപ്പ് വസ്ത്രമാണ് കാണാനാവുക. എന്നാൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ വിശ്വക്സേനന് അതായത് ഗണപതിയുടെ അതേ മൂർത്തി സ്വരൂപം തന്നെയായിട്ടുള്ള വിശ്വക്സേനന് ശുക്ലാംബരമാണ്, അതായത് വെളുത്ത വസ്ത്രമാണ്. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. ദുരത വക്ത്രാദ്യാഃ പാരിഷാദ്യാഃ യസ്യ. ദ്വിരഥം എന്നാൽ ആന എന്നാണ് അർത്ഥം. അതായത് 2 രഥങ്ങളുള്ളത്, 2 കൊമ്പുകളുള്ളത് എന്താണോ അതാണ് ദ്വിരഥം. വക്ത്രം നമുക്കറിയാം, മുഖം, വദനം. ദ്വിരഥ വക്ത്രം എന്നാൽ ആനയുടെ മുഖം. ദ്വിരഥ വക്ത്രൻ എന്ന് ഗണപതിക്ക് പേരുണ്ട്. ആനയുടെ മുഖത്തോട് കൂടിയിട്ടുള്ള ആളാണല്ലോ വിനായകൻ അല്ലെങ്കിൽ ഗണപതി. അപ്പോ ദ്വിരഥവക്ത്രാദ്യാഃ ഗണപതി മുതലായിട്ടുള്ള പരശതം പാരിഷാദ്യാഃ. പരശതം നൂറുകണക്കിന്, ഗണപതി മുതലായിട്ടുള്ള നൂറുകണക്കിന് പാരിഷാദ്യാഃ യസ്യ പാർഷദന്മാരുടെ, അതായത് സേവിക്കുന്ന ദേവതകളുടെ, നിരവധിയായിരിക്കുന്ന ഭഗവാനെ സേവിക്കുന്ന വിഘ്നേശ്വരൻ മുതലായിട്ടുള്ള മൂർത്തികളുടെ വിഘ്നം നിഘ്നന്തി, തടസ്സങ്ങളൊക്കെ മാറ്റുന്ന ആളാണ് ആര്? ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ, വിശ്വക്സേനനെ, വിശ്വക്സേനന്റെ രൂപത്തിലുള്ള വിഷ്ണു ഭഗവാനെ തം അങ്ങയെ എപ്പോഴും സതതം എല്ലായ്പ്പോഴും ആശ്രയേ ഞാൻ ആശ്രയിക്കുന്നു. അപ്പോൾ ഗജമുഖൻ മുതലായിട്ടുള്ള നൂറുകണക്കിന് ദേവതകളുടെ വിഘ്നങ്ങളൊക്കെ നീക്കുന്ന വിശ്വക്സേനൻ എന്നു പേരുള്ള അങ്ങയെ ഞാനും സമാശ്രയിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെയും വിഘ്നങ്ങളൊക്കെ തീർക്കണം. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളിലും സൂചിപ്പിക്കുന്നത് ഒരേ മൂർത്തിനെ തന്നെയാണ്.
ഭഗവാനെ തന്നെ വിശ്വക്സേനൻ എന്നുള്ള രൂപത്തിൽ ഇവിടെ ആരാധിക്കുകയാണ്. അപ്പോൾ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ യസ്യ ദ്വിരതവക്ത്രാദ്യാഃ പാരിഷാദ്യാഃ പരശതം വിഘ്നം നിഘ്നന്തി സതതം വിശ്വക്സേനം തം ആശ്രയേ. വിശ്വക്സേനൻ എന്ന് പേരായിരിക്കുന്ന അങ്ങയെ ഗണപതി മുതലായിട്ടുള്ള നിരവധിയായിട്ടുള്ള നൂറുകണക്കിന് ദേവതകളുടെ ഒക്കെ വിഘ്നം മാറ്റുന്ന അങ്ങയെ ഞാനും സമാശ്രയിക്കുന്നു. എൻ്റെയും എല്ലാവിധ വിഘ്നങ്ങളും ആധ്യാത്മിക, അധിഭൗതിക, അതിദൈവികമായിരിക്കുന്ന എല്ലാ വിഘ്നങ്ങളെയും നീക്കി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് ഈ 2 ശ്ലോകങ്ങളുടെയും താല്പര്യം. വീണ്ടും അടുത്ത ശ്ലോകവുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം.